പ്രൈസ് വിത്ത് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബസ് വെർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വർക്ക് ബി. ഞാൻ ആഷിഫ് ജയ്. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ ഫൗസ്റ്റീന കണ്ട നരക ദർശനമാണ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഫെബ്രുവരി 28 ഫെബ്രുവരി 28 ആയതേ ഉള്ളൂ. നല്ല ചൂടാണ്, സഹിക്കാൻ പറ്റാത്തത്ര ചൂടാണ്. സോ ആഫ്രിക്കയിലെ കിബഹോയിലെ സെക്കറ്റേഷ്യ എന്ന് പറഞ്ഞ ബാലിൻ്റെ അടുക്കലും മദർ ഓഫ് ഡിവൈൻ മേഴ്സിയും കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ട മാതാവ് പറഞ്ഞിട്ടുണ്ട്, ഈശോ രണ്ടാം വരവ് അടുക്കുമ്പോൾ ഈ പറയുന്ന ചൂട്, സൂര്യൻ്റെ ചൂട് വളരെയധികമായിട്ട് വർദ്ധിക്കുക. അപ്പോൾ ഈ 36 ഡിഗ്രിക്ക് മുകളിൽ ഉള്ള ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയെങ്കിൽ നരകത്തിലെ ചൂടും ശുദ്ധീകരണ സ്ഥലത്തിലെ ചൂടൊക്കെ നമ്മളെങ്ങനെ സഹിക്കും? സോ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്, വിശുദ്ധ ഫൗസ്റ്റീന കണ്ട നരക ദർശനം. ആ നരകത്തിൽ വിശുദ്ധ ഫൗസ്റ്റീന കണ്ട 7 പീഡനങ്ങൾ. അതിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് പ്രാർത്ഥനയോടെ തുടങ്ങാം. Pater noster qui es in caelis, sanctificetur nomen tuum, advenia regnum tuum, fiat voluntas tua, sicut in caelo et in terra. Panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris. Et ne nos inducas in tentationem, sed libera nos a malo. Amen. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി 741 ഫൗസ്റ്റീന പറഞ്ഞിരിക്കുന്നത് ഫൗസ്റ്റീനയ്ക്ക് ലഭിച്ച നരക ദർശനത്തെ പറ്റിയിട്ട്. ഫൗസ്റ്റീന പറയുന്നത് ഇപ്രകാരമാണ്: ഒരു ദിവസം ഒരു മാലാക വിശുദ്ധ ഫൗസ്റ്റീനയെ നരകത്തിൻ്റെ ഉള്ളറകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കഠിനമായ വേദനകളുടെയും ദണ്ഡനങ്ങളുടെയും സ്ഥലമായിരുന്നു അത്. ഒപ്പം അത് വളരെ ഭയാനകവും വിസ്തൃതവുമായിരുന്നു. ഇതാണ് നരകത്തെ പറ്റിയുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. പിന്നീട് അവയുടെ ഓരോ ആത്മാവും അനുഭവിക്കുന്ന 7 പീഡനങ്ങൾ. അതിലേറ്റവും ഒന്നാമത്തെ പീഡനം എന്നുള്ളത്, ഒന്നാമതായി ദൈവത്തെ തീർത്തും നഷ്ടപ്പെട്ട ഒരു അവസ്ഥ ആത്മാവ് അവിടെ അനുഭവിക്കുന്നു. ഈ അവസ്ഥ നമുക്ക് ഭൂമിയിലുള്ള നമുക്കിതൊരിക്കലും പറഞ്ഞാൽ നമുക്കിത് മനസ്സിലാവില്ല. ദൈവത്തെ എന്നേക്കും നഷ്ടപ്പെട്ട ഒരവസ്ഥ. നാം ഈ ഭൂമിയിൽ നിരീശ്വരവാദിയാണെങ്കിലും ദൈവവിശ്വാസിയാണെങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ ഭൂമിയിലുള്ളത് കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവില്ല. ഈ ഓക്സിജൻ്റെ വില നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ശ്വാസം മുട്ടണം എന്ന് പറയുന്നത് പോലെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ദൈവമില്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഈ ദൈവമില്ലാത്ത അവസ്ഥ എങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആത്മാവ് നമ്മളിൽ നിന്ന് വേർപെട്ട് കഴിയുമ്പോൾ ഈ ആത്മാവ് എപ്പോഴും ആഗ്രഹിക്കുന്നത് ദൈവത്തോട് ചേരാനാണ്. കാരണം ദൈവത്തിൽ നിന്ന് വന്നു, ദൈവത്തിലേക്ക് തന്നെ ഈ ആത്മാവ് എത്തണം. അപ്പം എത്താൻ പറ്റാത്ത അവസ്ഥ, ഇനി ഒരിക്കലും ദൈവത്തെ കാണാൻ പറ്റില്ല എന്നൊരു ആത്മാവ് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നിരാശ എന്ന് പറയുന്നത് നമുക്കൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര നിരാശയാണ്. രണ്ടാമത്തെ പീഡനം എന്നുള്ളത് അവിടെയുള്ള ആത്മാക്കളുടെ മനസ്സാക്ഷിയിൽ ഒരിക്കലും അവസാനിക്കാത്ത മനോവേദന അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് ഈ ആത്മാവിന് മനസ്സിലാവുകയാണ് നരകത്തിലെത്തിയത് തൻ്റെ തന്നെ തെറ്റുകൊണ്ടാണ് എന്നുള്ളത്. ആരുടെയും കുറ്റം കൊണ്ടല്ല, അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് നരകത്തിലെത്തിയത് എന്ന് ഈ ആത്മാവിന് മനസ്സിലാവുകയാണ്. അതായത് നമ്മളെന്ത് ചിന്തിച്ച് നോക്കാം, ഒരു ഇൻ്റർവ്യൂവിന് നമ്മൾ പോവുകയാണ്. ആ ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് എല്ലാം നമുക്ക് ഒരാൾ പറഞ്ഞു തന്നു. പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്തില്ല. ഇൻ്റർവ്യൂവിന് പോയി നമ്മൾ തോറ്റു, ജോലി കിട്ടിയില്ല. പിന്നെ വീട്ടിലെത്തിയപ്പോഴാണ് നോക്കുമ്പോൾ സെയിം ക്വസ്റ്റ്യനും ആൻസേഴ്സും. അത് നമ്മുടെ ലാസ്റ്റ് ഇൻ്റർവ്യൂ ആണെന്ന് ചിന്തിക്കുക. ഇനി ഇങ്ങനൊരു ഇൻ്റർവ്യൂ ഇല്ല ജീവിതത്തിൽ. നമ്മുടെ നിരാശ എന്തുമാത്രമായിരിക്കും. അതുപോലെ ഈ ആത്മാവിന് മനസ്സിലാവുകയാണ്, ഒന്ന് കുമ്പസാരിച്ചിരുന്നെങ്കിൽ, ഒന്ന് ഒരു വചനപ്രഘോഷണം കേട്ടിരുന്നെങ്കിൽ, ഒരു 5 മിനിറ്റ് എടുത്ത് ഈ മാരകപാപം ഒന്ന് കുമ്പസാരിച്ചിരുന്നെങ്കിൽ ഞാൻ ഇവിടെ എത്തില്ലായിരുന്നല്ലോ എന്ന് ഈ ആത്മാവ് ചിന്തിക്കുകയാണ്. അതും നമുക്ക് ഈ പറഞ്ഞതുപോലെ നമുക്കിത് മനസ്സിലാവില്ല അത് എത്രത്തോളം വേദനയാണെന്നുള്ളത്. സോ ആത്മാക്കളുടെ മനസ്സാക്ഷിയിൽ ഒരിക്കലും അവസാനിക്കാത്ത മനോവേദന. മൂന്നാമത്തെ പീഡനം എന്നുള്ളത് ആത്മാവിൻ്റെ ഇത്തരം അവസ്ഥയ്ക്ക് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ പീഡനം. അതായത് ഈ ആത്മാവിന് മനസ്സിലാവുകയാണ് എത്ര കാലത്തോളം പീഡിപ്പിക്കപ്പെട്ടാലും ഇതിനൊരു അവസാനമില്ല. ഈ പീഡനം എന്നും നിത്യതയോളം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, നമ്മുടെ കൈ നമ്മൾ അയൺ ചെയ്യുമ്പോൾ നമ്മുടെ കൈ അയൺ ബോക്സിൽ തട്ടുന്നു, ആ വേദന, നമ്മുടെ മെഴുക് നമ്മുടെ കയ്യിലിറ്റുന്ന വേദന, കടുക് പൊട്ടിക്കുമ്പോൾ അറിയാതെ നമ്മുടെ ദേഹത്തെ തെറിക്കുമ്പോഴുണ്ടാകുന്ന വേദന, ബൈക്കൊക്കെ ഓടിക്കുന്നവർക്കറിയാം നമ്മുടെ ചൂട് സൈലൻസർ നമ്മുടെ കാലിൽ തട്ടിയ തൊലി പറയുന്ന പോലെയുള്ള വേദനയാണ്. ഈ വേദനകളെല്ലാം കൂടെ നമ്മൾ ഒന്നിച്ചിട്ട് 1 മണിക്കൂർ നേരം അനുഭവിക്കുന്നത് ചിന്തിച്ച് നോക്കൂ. അതൊരു 5 മണിക്കൂർ നേരം, 24 മണിക്കൂർ നേരം അനുഭവിക്കുന്നത് ചിന്തിച്ച് നോക്കൂ. 1 വർഷത്തേക്ക്, 10 വർഷത്തേക്ക്, 100 വർഷത്തേക്ക്, ഇത് കോടിക്കണക്കിന് വർഷം പോലുമല്ല, നിത്യതയോളം, എറ്റേണിറ്റി, നിത്യതയോളം ഈ ആത്മാവിന് യാതൊരു മാറ്റവുമില്ല ഈ പീഡനത്തിൽ നിന്ന്.
അപ്പോൾ ഇതാണ് മൂന്നാമത്തെ പീഡനം. നാലാമത്തെ പീഡനമായിട്ട് പറയുന്നത് ആത്മാവിനെ ഇല്ലാതെയാക്കാതെ തന്നെയുള്ള അതിൻ്റെ ഉള്ളിലേക്ക് അഗ്നി തുളച്ചു ചെല്ലുന്ന അനുഭവം. അതായത് ഭയാനകവും ഭീകരവുമായ ക്ലേശവും വേദനയും. അതിന് കാരണം അത് ദൈവകോപത്താൽ കത്തപ്പെട്ട തികച്ചും ആത്മീയമായ അഗ്നി ആയതിനാലാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതിനോട് ബന്ധപ്പെട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് നമ്മൾ നരകത്തിൽ പോയ ഒരു ആത്മാവിനെ പറയും ഈ ആത്മാവ് നശിച്ചു എന്ന് പറയും. യഥാർത്ഥത്തിൽ നരകത്തിൽ പോയതുകൊണ്ടാണ് നശിച്ചു എന്ന് പറയുന്നത്. പക്ഷെ ആത്മാവ് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതായതുകൊണ്ട് തന്നെ ആത്മാവിന് മരണമില്ല. അതായത് ഈ ആത്മാവ് നരകത്തിൽ പോയി ഒരു 10 20 കൊല്ലം കഴിയുമ്പോൾ നശിച്ച് ഇല്ലാതെയാകുന്നില്ല. അതിൻ്റെ എക്സിസ്റ്റൻസ് നശിക്കുന്നില്ല. അതാണ് ഏറ്റവും ഭയാനകം. ഒരു 10 20 വർഷം കഴിഞ്ഞ് ഇത് നശിച്ചു പോവുകയാണെങ്കിൽ പിന്നെയും സമാധാനം ഉണ്ടാവും. പക്ഷേ ആത്മാവിനെ ഇല്ലാതെയാക്കാതെ ഉള്ള പീഡനം അത് വളരെ ക്ലേശകരവും വളരെ വേദന നിറഞ്ഞതുമാണെന്നാണ് വിശുദ്ധ ഫൗസ്റ്റീന നരകത്തിൽ കണ്ട ദർശനത്തിൽ പറയുന്നത്. അഞ്ചാമത്തെ ദണ്ഡനം എന്നുള്ളത് അനിശ്ചിതമായുള്ള അന്ധകാരവും കഠിനമായ ശ്വാസം മുട്ടിക്കുന്ന ദുർഗന്ധവുമായിരുന്നു. അവിടെ അന്ധകാരമാണെങ്കിലും പിശാചുക്കളും ശപിക്കപ്പെട്ടവരും കുറ്റം ചുമത്തപ്പെട്ടവരുമായ ആത്മാക്കൾക്കും തമ്മിൽ തമ്മിൽ കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത. അവരുടെ തന്നെയും അവയുള്ള മറ്റുള്ളവരുടെയും ദുഷ്ടതയ്ക്കും തിന്മകളും പാവങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നു. ആക്ച്വലി ഈ നരകം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഈ ഫോളൻ ഏഞ്ചൽസിനെ തള്ളാൻ വേണ്ടിയിട്ടാണ്. അവിടെയാണ് ജീവിച്ചിരുന്നപ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാതെ സാത്താന് വേണ്ടി പണിയെടുത്ത് ജീവിച്ച ആളുകൾ മരിച്ചു കഴിയുമ്പോൾ സാത്താൻ പോകേണ്ട അതേ സ്ഥലത്ത് തന്നെ ഈ ആത്മാക്കളും പോവുകയാണ്. അപ്പോൾ ഈ പിശാചുക്കളും ഈ പറയുന്ന മനുഷ്യാത്മാക്കളും പരസ്പരം കാണുകയാണ്. അതാണ് ഏറ്റവും വലിയ അഞ്ചാമത്തെ പീഡനം എന്ന് പറയുന്നത്. ആറാമത്തെ പീഡനം എന്നുള്ളത് സാത്താനുമായുള്ള നിത്യമായ സഹവാസമാണ്. നൈരാശ്യം, ദൈവത്തോടുള്ള വെറുപ്പ്, നീചമായ വാക്കുകൾ, ദൈവനിന്ദ, ശാപവാക്കുകൾ തുടങ്ങിയ അവസ്ഥകളിലൂടെ ആത്മാവ് കടന്നു പോകുന്നു. എന്നും സാത്താനുമായിട്ടുള്ള നിത്യമായ സഹവാസം. സാത്താൻ്റെ മുന്നിൽ നിന്നും ഒരിക്കലും മാറാൻ സാധിക്കുന്നില്ല. എപ്പോഴും മുൻപിൽ സാത്താൻ തന്നെ. സോ ഇതാണ് അവരെ അതായത് ദൈവത്തോടു കൂടി എന്നുമായിരിക്കേണ്ട മനുഷ്യൻ നിത്യതയോളം സാത്താൻ്റെ കൂടെ ആവുന്നു എന്നുള്ള പരിതാപകരമായ അവസ്ഥയാണ് ആറാമത്തെ പീഡനം. ഏഴാമത്തെ പീഡനം എന്നുള്ളത് അവിടെയുള്ള എല്ലാ ആത്മാക്കളും മേൽ വിവരിച്ച അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു എന്ന് മാത്രമല്ല ഈ അവസ്ഥ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നുള്ളതുമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അതായത് ഇത് ഒരിക്കലും മാറ്റമില്ല. ഈ പറഞ്ഞ 6 കാര്യങ്ങളും എന്നേക്കുമായിട്ട് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു നിത്യത നമ്മൾ സെലക്ട് ചെയ്യണം. എറ്റേണൽ ലൈഫ് അല്ലെങ്കിൽ എറ്റേണൽ ഡെത്ത്. ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ സെലക്ട് ചെയ്തേ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഓരോ ദിവസവും നമ്മുടെ എറ്റേണൽ ലൈഫ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവം നമുക്ക് തരുന്ന ദിവസങ്ങളാണ്. നമ്മൾ ഒന്നുകൂടെ ഒരു എഫേർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ദൈവം നമുക്ക് തരുന്ന ദിവസങ്ങളാണ് ഓരോ ദിവസങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ ഓരോ ദിവസത്തിൻ്റെയും മനോഹാരിത നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും രാവിലെ പല്ല് തേച്ച് കുളിച്ച് ജോലിക്ക് പോകണു, തിരിച്ചു വരുന്നു, ചായ കുടിക്കുന്നു, കിടന്നുറങ്ങുന്നു, ഇങ്ങനെ നമുക്ക് തോന്നത്തുള്ളൂ. പക്ഷേ ഓരോ ദിവസവും എന്തുമാത്രം ദൈവം നമുക്ക് തരുന്ന ബ്ലെസ്സിങ് ആണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ സെക്കൻഡിൽ മരിച്ച ഒരു ആത്മാവിനോട് ചോദിച്ചാൽ മതി. നോക്കൂ, ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും തുല്യമായിട്ട് ദൈവം നൽകിയിട്ടുള്ളത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അത് ടൈമാണ്, സമയം. സൂര്യപ്രകാശമോ വായുവോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സോ ഒന്നും സെയിമല്ല. ഈവൻ രാപ്പകൽ പോലും വ്യത്യാസമുണ്ട്. അപ്പോൾ സമയം മാത്രമേ എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും ദൈവം തുല്യമായിട്ട് കൊടുത്തിട്ടുള്ളൂ. കാരണം നാളെ മരിച്ചു കഴിഞ്ഞാൽ ആർക്കും പറയാൻ പറ്റത്തില്ല ഞാൻ അലാസ്കയിലായിരുന്നു, അവിടെ 24 മണിക്കൂറില്ല 20 മണിക്കൂർ ദൈവമേ ഉള്ളൂ, അതുകൊണ്ടാണ് എനിക്ക് വിശുദ്ധി ജീവിക്കാൻ പറ്റാത്തതെന്ന് ആർക്കും ഒഴിവൊഴിവ് പറയാൻ പറ്റത്തില്ല. എല്ലാവർക്കും തുല്യമായിട്ടുള്ള മണിക്കൂർ ദൈവം വീതിച്ച് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയങ്ങൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് ഈ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് മരിച്ച് നരകത്തിൽ പോയ ഒരാത്മാവിനോട് ചോദിച്ചാൽ മതി സമയത്തിൻ്റെ വില, അവൻ പറഞ്ഞു തരും. കാരണം 1 മിനിറ്റ് എടുത്ത് അനുദപിച്ചിരുന്നെങ്കിൽ ഇന്ന് നരകത്തിൽ കിടക്കില്ലായിരുന്നു എന്ന് ആ ആത്മാവ് നമുക്ക് പറഞ്ഞു തരും. പിന്നീട് വിശുദ്ധ ഫൗസ്റ്റീന തുടരുകയാണ്. ഇതാണ് 7 പീഡനങ്ങൾ. പിന്നെ ഫൗസ്റ്റീന തുടരുന്നത് ഇപ്രകാരമാണ്. ഇതിൽ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകമായ ദണ്ഡനങ്ങൾ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് മാരകപാപത്തിൻ്റെ ഇൻറ്റൻസിറ്റിയും എണ്ണവും അനുസരിച്ചിട്ട് പഞ്ചേന്ദ്രിയങ്ങളുടെ പീഡകളും വേദനകളും ഇതിൽ ഉൾപ്പെടുന്നു. അതായത് ഏത് അവയവം കൊണ്ടാണ് പാപം ചെയ്തത് ആ അവയവത്തിന് മാരകമായ പീഡനം, നിർത്താതെയുള്ള പീഡനം. ഇതേ ഒരു ദർശനം ഫാദർ ജോസ് മണിയങ്ങാത്ത് എന്ന് പറയുന്ന വൈദികൻ കണ്ടിട്ടുണ്ട്. ഫാദർ ജോസ് മണിയങ്ങാത്ത് ടെസ്റ്റിമണി എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ സാധിക്കും.
ഏത് അവയവം കൊണ്ടാണ് പാപം ചെയ്തത്, അത് അനുദപിക്കാതെ ആ പാപത്തിൽ മരിച്ചു കഴിഞ്ഞാൽ ആ അവയവത്തിൽ നിത്യമായ പീഡനം, ഒരിക്കലും അവസാനിക്കാത്ത പീഡനം. ഏത് വിധത്തിലുള്ള പാപപ്രവൃത്തിയാണ് ചെയ്തത്, അതിന് യോജിച്ച വിധത്തിൽ ഓരോ ആത്മാവും ഭീകരത നിറഞ്ഞതും വിവരിക്കാൻ പറ്റാത്ത വിധത്തിലുമുള്ള സഹനങ്ങളിലൂടെ, പീഡനങ്ങളിലൂടെയും കടന്നുപോകുന്നു. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഫൗസ്റ്റീന പറയുന്നൊരു കാര്യമുണ്ട്. അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്ന, ഞെട്ടിക്കുന്നൊരു കാര്യം. ഇതെല്ലാം പറഞ്ഞിട്ട് ഫൗസ്റ്റീന പറയുകയാണ്, ഞാൻ യഥാർത്ഥത്തിൽ കണ്ട നരകത്തിൻ്റെ ഒരു നിഴൽ മാത്രമാണ് ഇവിടെ വിവരിച്ചത്. യഥാർത്ഥത്തിൽ ഫൗസ്റ്റീന കണ്ട കാര്യങ്ങളുടെ നിഴല് മാത്രമാണ് ഈ ഖണ്ഡികയിൽ 741 ഖണ്ഡികയിൽ ഫൗസ്റ്റീന എഴുതിയിരിക്കുന്നത്. നരകവും ഇത്തരം അവസ്ഥകളും ഇല്ല എന്ന് വിശ്വസിച്ചിരുന്ന ആത്മാക്കളെയാണ് വളരെ കൂടുതലായിട്ട് അവിടെ കാണുവാൻ കഴിഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലായി എന്ന് ഫൗസ്റ്റീന പറയുകയാണ്. നരകമില്ല എന്ന് പറഞ്ഞ് നടന്ന ആൾക്കാരെയാണ് നരകത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. ഞാൻ മടങ്ങിയെത്തിയപ്പോൾ ഇതൊക്കെ കണ്ടത് മൂലമുണ്ടായ ഭീതിയിൽ നിന്നും ഒട്ടും തന്നെ വിമുക്തയായിട്ടില്ലായിരുന്നു. ഫാത്തിമയിലെ കുഞ്ഞുങ്ങൾ എങ്ങനെയായിരുന്നു? പിന്നീട് അവർ ആ കുഞ്ഞു പിള്ളേര് ഭക്ഷണം പോലും ഉപേക്ഷിച്ചിട്ട് അവർ നരകത്തിലോട്ട് ആരും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇതാണ് ഏറ്റവും ഇത് 1000 തവണ നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ 1000 തവണ നമ്മൾ പറയണം. നമ്മുടെ പള്ളികളിലൊക്കെ പൊംലിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ പ്രസംഗിക്കേണ്ടത്. കാരണം നമ്മളെല്ലാം മരിക്കും. നരകമോ സ്വർഗമോ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. അത് ഈ ഭൂമിയിൽ വെച്ച്. കാരണം ഇതെന്താന്ന് വെച്ചാൽ ഇത് ഇന്ന് പറയും, ഞാനാണേലും ആരാണേലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് നമ്മുടെ മൈൻഡിൽ നിന്ന് മറന്നുപോകും. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുമ്പോഴേ ആൾക്കാർ ഓർമ്മിക്കത്തുള്ളൂ ഒരു എറ്റേണൽ ലൈഫ് ഉണ്ട്. അപ്പോൾ ആരും പോയിട്ട് ആത്മഹത്യ ചെയ്യത്തില്ല. അപ്പോൾ ആരും പോയിട്ട് നിരാശപ്പെടത്തില്ല. ഇങ്ങനൊരു സംഭവമുണ്ട്, എറ്റേണൽ ലൈഫുണ്ട്. വെറുതെ ലൈഫ് വേസ്റ്റാക്കി കളയരുത്. 40, 60, 80 വർഷം ജീവിക്കുന്ന ഈ ഭൂമിയിൽ ഇതിനുശേഷം മരണമില്ലാത്ത ഒരു ജീവിതമുണ്ട് എന്ന ആളുകൾ ഇങ്ങനെ ചിന്തിക്കുമ്പോഴേ നമുക്ക് ജീവിക്കാനൊരു ഉന്മേഷമൊക്കെ ഉണ്ടാവത്തുള്ളൂ. സോ ഈ നോമ്പുകാലം നന്നായിട്ട് വിശുദ്ധമായിട്ട് ജീവിക്കാൻ നമുക്ക് ട്രൈ ചെയ്യാം. നമ്മൾ വീഴും, ഉറപ്പായിട്ടും നമ്മൾ വീഴും. വീഴുമ്പോൾ എഴുന്നേൽക്കുക, പോയി കുമ്പസാരിക്കുക. ഈശോവാസീനെ തുടരുകയാണ്. ഞാൻ സിസ്റ്റർ ഫൗസ്റ്റീന ദൈവം കൽപ്പിച്ചതനുസരിച്ച് നരകത്തിൻ്റെ അഗാധതകൾ സന്ദർശിക്കുകയും ഇടയാകുകയും അങ്ങനെയൊരു സ്ഥലം യഥാർത്ഥത്തിൽ ഉണ്ടെന്നും അതേപ്പറ്റി ജീവിച്ചിരിക്കുന്ന മനുഷ്യാത്മാക്കളോട് പറഞ്ഞ് മനസ്സിലാക്കുവാനും കൂടിയാണ് ഇപ്രകാരം സംഭവിച്ചത്. തൻ്റെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള പാപങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരുന്ന ഒരു പാപി മരണാന്തര ജീവിതകാലം മുഴുവൻ ഈ പീഡകൾ സഹിക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയിരിക്കട്ടെ. വിശുദ്ധ ഫൗസ്റ്റീന പറയുകയാണ്, ദൈവം ആജ്ഞാപിച്ചത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ കണ്ടതൊക്കെ എഴുതുന്നത് എന്ന് ഫൗസ്റ്റീന പറയുന്നു. ഇതുമൂലം നരകം എന്നൊരു സ്ഥലമില്ല എന്ന് പറഞ്ഞ് ഒരാത്മാവിനും ഒഴിമാറാൻ സാധിക്കുകയില്ല. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. Ave Maria Gracia, plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus. Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Christo Re.